അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 101. അഗ്നി ജ്വാലയെ തന്നെ നെഞ്ചിലേക്ക് വലിച്ചിട്ടതും ഞെട്ടലോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. പക്ഷെ അവന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അത് കണ്ടപ്പോ ജ്വാലയുടെ കണ്ണുകളും നിറഞ്ഞുപോയി. കുഞ്ഞാ, എന്താ മോളെ? ദേവേട്ടനോട് മിണ്ട്. എന്തിനാടാ ഈ പിണക്കം? ഞാൻ ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്റെ കുഞ്ഞല്ലേ? അവൻ കെഞ്ചി. അവൾ അവന്റെ കവിളിൽ പതിയെ തലോടി. കുഞ്ഞാ, ദേവേട്ട, അവളും വിളിച്ചു. ഉം. അഗ്നി മൂളി. എനിക്ക് ഉറക്കം വരണു. ഞാൻ ഉറങ്ങിക്കോട്ടെ. എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? അവൻ ചോദിച്ചു. ഒരു നിമിഷമെല്ലാം അഗ്നിയോട് തുറന്നു പറഞ്ഞാലോ എന്ന് കരുതിയെങ്കിലും ഇതൊക്കെ എങ്ങനെ അവനോട് പറയുമെന്ന് അവളൊരു വിറയലോടെ ആലോചിച്ചു. കുഞ്ഞ, എന്താടാ? എന്തെന്റെ കുഞ്ഞിന് പറ്റിയേ? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നീ. പിന്നെ പെട്ടെന്ന് എന്താ പറ്റിയേ? അവൻ വീണ്ടും ചോദിച്ചു. ഒന്നുമില്ല, എനിക്ക് ഉറക്കം വരണു. അതും പറഞ്ഞ് അവള് പെട്ടെന്ന് അവനീന്ന് അകന്നു കിടന്നു. അഗ്നിയുടെ നെഞ്ച് പിടച്ചുപോയി. എന്തിനാ എന്നോട് ഈ അകൽച്ച? വീണ്ടും എന്നോട് ദേഷ്യാവാനും വേണ്ടി ഞാൻ എന്തെങ്കിലും തെറ്റിയതോ? അവൻ അവളെ തന്നെ നോക്കി മനസ്സിൽ അത്രമേൽ നോവോടെ ചോദിച്ചു. വീണ്ടും അവളെ ചുറ്റിപ്പിടിക്കാൻ വയറിലേക്ക് കൈവച്ചെങ്കിലും അവൾ ആ കൈ തട്ടിമാറ്റി അല്പം കൂടി നീങ്ങിക്കിടന്നു. അഗ്നിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവൻ കണ്ണിന് കുറുകെ കൈവച്ച് മലർന്നു കിടന്നു. മണിക്കൂറുകൾ മുന്നോട്ട് പോയിട്ടും ഇരുവർക്കും ഉറക്കം വന്നില്ല. പരസ്പരം തട്ടുന്ന ചൂടില്ലാതെ ഉറങ്ങാൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ അറിയാവുന്നതാണ്. ഇനി ഒരിക്കൽ കൂടി ജ്വാലയെ ബലമായി കെട്ടിപ്പിടിക്കാൻ അഗ്നിക്ക് തോന്നിയില്ല. വീണ്ടും എന്റെ കൈ തട്ടി മാറ്റിയാലോ? അവന്റെ മീശത്തുമ്പ് വിറച്ചുപോയി. മുഖം മങ്ങി. പിടയുന്നു ഹൃദയം. തൊട്ടടുത്ത് കിടക്കുന്നവളുടെ അവസ്ഥ അത് തന്നെയായിരുന്നു. എന്റെ ദേവേട്ടൻ എന്നെ ഒന്നും ചെയ്യില്ല. പാവാ, എന്നെ ഒത്തിരി ഇഷ്ടാ. വിഷമിപ്പിക്കല്ലേ ഞാൻ ചെയ്യുന്ന ആ മനുഷ്യനെ ഇപ്പോ? ജ്വാല ആലോചനയിലായിരുന്നു. ആലോചനകൾക്കൊടുവിൽ അഗ്നിയോടെല്ലാം തുറന്നു പറയണമെന്ന് തന്നെ അവൾ തീരുമാനിച്ചു. അവൾ അഗ്നിയെ തിരിഞ്ഞു നോക്കി. കണ്ണിന് കുറുകെ കൈവച്ച് കിടക്കുന്നവൻ ഉറങ്ങിയെന്ന് അവൾ കരുതി. പതിയെ അവൾ അവന്റെ നെഞ്ചിലേക്ക് കവിൾ അമർത്തി വെച്ച് കിടന്ന് അവനെ ചുറ്റിപ്പിടിച്ചു. അഗ്നി ഞെട്ടലോടെ കണ്ണിൽ നിന്നും കൈയെടുത്തു മാറ്റി. തന്റെ നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്ന പെണ്ണിനെ കണ്ടതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന സങ്കടങ്ങളെല്ലാം തന്നെ വിട്ടു പോയത് അവനറിഞ്ഞു. എങ്കിലും അവൻ അവളെ ചേർത്ത് പിടിച്ചില്ല. ദേവേട്ടൻ ഉറങ്ങി. രാവിലെ എന്തായാലും എല്ലാം ദേവേട്ടനോട് പറയണം. ജ്വാല മനസ്സിൽ ഉറപ്പിച്ചു. നേരം മുന്നോട്ടു പോകവേ അവൾ ഉറങ്ങിയെന്ന് അവന് മനസ്സിലായി. പതിയെ അഗ്നി കൈകൾ ഉയർത്തി ജ്വാലയെ ചുറ്റിപ്പിടിച്ചു. ദേവേട്ടാ, എന്നൊന്നും ചെയ്യല്ലേട്ടോ, ഉറക്കത്തിൽ ജ്വാല പറഞ്ഞു. അഗ്നി ഞെട്ടിപ്പോയി. ഞാനെന്ത് ചെയ്യാനാടാ? അവൻ ചോദിച്ചു. പക്ഷെ അവളീന്ന് മറുപടി ഒന്നും കേട്ടില്ല. ഉറക്കത്തിലാണ് അവളത് പറഞ്ഞതെന്ന് അവന് മനസ്സിലായി. പക്ഷെ അവൾ അങ്ങനെ പറയാൻ എന്തായിരിക്കും കാരണമെന്ന് മാത്രം അഗ്നിക്ക് മനസ്സിലായില്ല. അന്നത്തെ രാത്രി അവൻ ഉറങ്ങാനും സാധിച്ചില്ല. പേരറിയാത്തൊരു നൊമ്പരം മനസ്സിനെ വന്ന് മൂടുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ജ്വാല അഗ്നിയെ അന്വേഷിക്കാൻ തുടങ്ങിയതാണ്. ഇന്നലെ മിണ്ടാതിരുന്നതിന് അവനോട് ഒരുപാട് സോറി പറയാൻ, അവനെ കെട്ടിപ്പിടിക്കാൻ, ചുംബിക്കാൻ, തന്റെ മനസ്സിൽ ഇന്നലെ മുതൽ കയറിക്കൂടിയ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ അവനോട് പറയാൻ. പക്ഷേ അവൾ അഗ്നിയെ കണ്ടില്ല. താഴേക്ക് ഇറങ്ങി വന്നപ്പോ അവിടെ അഗ്നി ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അവൻ നേരത്തെ പോയി, എന്തോ അർജന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞുകൊണ്ട് ചിത്തിര കിച്ചണിലേക്ക് പോയപ്പോ തന്നോട് പറയാതെ ഓഫീസിലേക്ക് പോയവനെ ഓർത്ത് ജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. തനിയെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അന്ന് അവളെ കോളേജിൽ കൊണ്ടുപോയി ആക്കിയത് ശങ്കരേട്ടനാണ്. മൂടിക്കെട്ടിയ മുഖവുമായി അവൾ അന്ന് കോളേജിലേക്ക് പോയി. ക്ലാസ്സിൽ ഇരുന്നിട്ടും അവൾക്ക് ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഇന്ന് നേരം പുലർന്ന ശേഷം ദേവേട്ടനെ ഞാൻ കണ്ടിട്ടേയില്ല. ആ ചിന്ത മാത്രമായിരുന്നു അവളിൽ. അന്നത്തെ ദിവസം അവൾ തീത്തൂനോടും ദൃശ്യയോടും മിണ്ടുന്നതും കുറവായിരുന്നു. കോളേജ് വിട്ടതും അഗ്നിയുടെ കാറ് വരുന്നതും കാത്ത് അവൾ പ്രതീക്ഷയോടെ റോഡിലേക്ക് നോക്കി നിന്നു. പക്ഷേ അവളുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ശങ്കരേട്ടൻ തന്നെയാണ് അവളെ തിരികെ കൊണ്ടുപോവാനും വന്നത്. ജ്വാലയ്ക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അഗ്നിയെ ഒന്ന് കാണാൻ മനസ്സ് കൊതിച്ചു. അവന്റെ ഫോണിലേക്ക് അവൾ വിളിച്ചു നോക്കി. സ്വിച്ച് ഓഫ്. അവൾ സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. ഇന്നലെ ഒരു ദിവസം കൊണ്ട് അവൾ അഗ്നിയെ എത്രമാത്രം അവഗണിച്ചിരുന്നു എന്ന് ജ്വാലയ്ക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്റെ ദേവേട്ടനോട് ഞാൻ ഇന്നലെ മിണ്ടാതിരുന്നപ്പോ ആ മനസ്സ് ഇതുപോലെ നൊന്തു കാണില്ലേ? അവളുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി. വീണ്ടും വീണ്ടും അവൾ അഗ്നിയെ വിളിച്ചു നോക്കി. പക്ഷേ സ്വിച്ച് ഓഫ് എന്നല്ലാതെ വേറെ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. രാത്രിയിൽ അപ്പുവും മോഹനും ചിത്രയും ടിവിക്ക് മുന്നിൽ ഇരിക്കുന്നുണ്ട്. ജ്വാല ഹാളിലെ സോഫയിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അവളുടെ നോട്ടം ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിലേക്ക് നീളുന്നുണ്ടായിരുന്നു. സമയം 10 മണി ആവാറായിരിക്കുന്നു. എന്റെ കണ്ണ, ദേവേട്ടൻ എന്താ വരാത്തെ ആവോ? ജ്വാല പേടിയോടെ മനസ്സിൽ ചിന്തിച്ചു. അമ്മേ. നേരം 10:15 അഗ്നിയെ കാണാതിരുന്നതും ജ്വാല പേടിയോടെ ചിത്രയുടെ അടുത്തേക്ക് വന്നു. എന്താ മോളെ? ചിത്ര ചോദിച്ചു. അമ്മേ, ദേവേട്ടൻ എവിടെ? എന്താ വരാത്തെ? ഫോണ് സ്വിച്ച് ഓഫ് ആണല്ലോ. അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ചിത്ര പെട്ടെന്ന് സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു.
എന്റെ മോളെ, നീ എന്തിനാ നിനക്ക് അറിയുന്നേ? അവൻ ഇപ്പൊ വരും. മോഹനേട്ടാ, ഞാനും കുറെ നേരമായി കണ്ണനെ നോക്കുന്നു. അവനെന്തെന്ന് ലേറ്റാവുന്നേ? ചിത്രയ്ക്കും ആകെ അസ്വസ്ഥത തോന്നി. അവൻ വരൂടോ, താൻ സമാധാനിക്കേ. മോഹൻ അവരെ ആശ്വസിപ്പിച്ചെങ്കിലും അയാളിലും എന്തോ ഒരു ഭയം നിറയാൻ തുടങ്ങിയിരുന്നു. ജ്വാല അപ്പോഴേക്കും കരഞ്ഞു തുടങ്ങി. ഞാൻ പോയി അന്വേഷിക്കാച്ചാ. എടി ഏട്ടത്തി, നീ ഇങ്ങനെ കരയല്ലേ? അപ്പു പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ മുകളിലേക്ക് ഓടി. പക്ഷെ അതേ സമയം തന്നെ കാർ പോർച്ചിൽ അഗ്നിയുടെ കാർ വന്നു നിൽക്കുന്ന ശബ്ദം എല്ലാവരും കേട്ടു. ആ, കണ്ണൻ വന്നു എന്ന് തോന്നുന്നു. ചിത്ര നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും സിറ്റ് ഔട്ടിലേക്ക് നടന്നു. പക്ഷെ ഡ്രൈവിംഗ് സൈഡിലെ ഡോറ് തുറന്നിറങ്ങിയ വ്യാസിനെ കണ്ട് എല്ലാവരും ഒന്ന് അമ്പരന്നു പോയി. ആരത്, വ്യാസോ? പതിയെ ചിത്രയും മോഹനും അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. പക്ഷെ വ്യാസിന്റെ മുഖത്ത് മറ്റെന്തോ ഭാവം. എല്ലാവരും അവനെ സംശയത്തോടെ നോക്കി. വ്യാസ് ആരെയും ശ്രദ്ധിക്കാതെ മുന്നോട്ട് വന്ന് ഫ്രണ്ടിലെ ഡോറ് തുറന്ന് അഗ്നിയെ പിടിച്ചിറക്കി. ജ്വാലയും മറ്റുള്ളവരും ഞെട്ടിപ്പോയി. അയ്യോ എന്റെ മോനെ! അടുത്ത നിമിഷം ചിത്തിര അവനടുത്തേക്ക് ഓടിപ്പോയി. അവർക്ക് പിന്നാലെ തന്നെ പേടിയോടെ അപ്പുവും മോഹനും. ജ്വാല മാത്രം ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ ആ നിൽപ്പ് നിന്നുപോയി. പക്ഷെ അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ അവളെ തോൽപ്പിച്ച് പെയ്യാൻ തുടങ്ങിയിരുന്നു. മുന്നിൽ നിൽക്കുന്ന അഗ്നിയെ അവൾ പകപ്പോടെ നോക്കി. നെറ്റിയിൽ ഒരു കെട്ടുണ്ട്. മുഖത്തും ചെറുതായി നീര് വെച്ചതുപോലെ പാട്. ചുണ്ടു പൊട്ടിയിരിക്കുന്നു. ഷർട്ടെല്ലാം ഉലഞ്ഞുകൊണ്ട് ആകെ വല്ലാത്തൊരു ഭാവത്തിൽ അഗ്നി. ദേവേട്ട! അവള് തേങ്ങലോടെ വിളിച്ചു. മോനെ, എന്താ എന്താ ഇതൊക്കെ? ചിത്ര കരഞ്ഞുകൊണ്ട് അഗ്നിയോടും വ്യാസിനോടും കൂടി ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല അമ്മേ, അമ്മ അങ്ങനെ കരയാതെ, അഗ്നി അവരോട് പറഞ്ഞു. ഒന്നുമില്ലാന്നോ? അപ്പൊ പിന്നെ ഇതൊക്കെ എന്താ? മോനെ കണ്ണ, എന്താ പറ്റിയ നിനക്ക്? ചിത്ര സാരിത്തലപ്പാൽ കണ്ണുകൾ തുടച്ചുകൊണ്ട് തേങ്ങലോടെ ചോദിച്ചു. പക്ഷേ അഗ്നി മറുപടി പറഞ്ഞില്ല. അവന്റെ കണ്ണുകൾ ജ്വാലയിലേക്ക് നീണ്ടു. തന്നെ തന്നെ നോക്കി തറഞ്ഞു നിൽക്കുന്നവളെ കണ്ട് അവൻ അവളിൽ നിന്ന് നോട്ടം മാറ്റിക്കളഞ്ഞു. ഏട്ടാ, ഇതെന്താ കാറിന് പറ്റിയേ? ഫ്രണ്ടൊക്കെ പോയേക്കുന്നല്ലോ. അപ്പു കാറിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അഗ്നി വ്യാസിനെ ഒന്ന് നോക്കി. വ്യാസ് അവനെ പിടിച്ച് തിണ്ണയിൽ കൊണ്ടുവന്നിരുത്തി. കണ്ണാ, എന്തൊന്നും മിണ്ടാത്തെ? എന്താ പറ്റിയേ? ആക്സിഡന്റ് ആണോ? മോഹൻ അവന്റെ മുഖത്തേക്ക് കലങ്ങിയ മിഴികളോടെ നോക്കി. അഗ്നി മൂളി. പക്ഷെ അപ്പുവിന്റെ കണ്ണുകൾ ആ സമയം വ്യാസിലായിരുന്നു. അവന്റെ മുഖത്തെ ദേഷ്യം അതെന്തിനെന്ന് മാത്രം അപ്പുവിന് മനസ്സിലായില്ല. അവനിന്ന് നോട്ടം മാറ്റിയപ്പോഴാണ് അപ്പു അഗ്നിയെ ഉറ്റുനോക്കി ശില പോലെ നിൽക്കുന്ന ജ്വാലയെ കാണുന്നേ. ഏട്ടത്തി! അപ്പു അവളെ വിളിച്ചു. ആ! ജ്വാല ഏതോ ലോകത്തിൽ നിന്നെന്ന പോലെ അപ്പുവിനെ നോക്കി. അഗ്നിയുടെ നോട്ടവും അവളിലേക്ക് പോയി. അടുത്ത നിമിഷം അവൾ ഓടി വന്ന് അഗ്നിയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അഗ്നി അവളെ നോക്കി. ദേവേട്ട, എന്താ എന്താ ഇതൊക്കെ? എങ്ങനെ ഇതൊക്കെ പറ്റിയേ? അയ്യോ, തലയിൽ കെട്ടൊക്കെ ഉണ്ടല്ലോ എന്റെ കണ്ണ. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അഗ്നിയോട് പറഞ്ഞു. അഗ്നി മൗനമായി ഇരുന്നതേയുള്ളൂ. അവളുടെ ഇന്നലത്തെ മൗനം ഓർത്തായിരുന്നു അത്. ദേവേട്ട, എന്തെന്നോട് മിണ്ടാത്തെ? എന്തെന്റെ ദേവേട്ടന് പറ്റിയേ? നോക്ക്, ചുണ്ടൊക്കെ മുറിഞ്ഞിരിക്കുന്നല്ലോ. വേറെ വേറെ എവിടെയെങ്കിലും മുറിവുണ്ടോ ദേവേട്ട? അവൾ കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് അവന്റെ ഷർട്ടിന്റെ സ്ലീവൊക്കെ പൊക്കി നോക്കാൻ തുടങ്ങി. അഗ്നി പെട്ടെന്ന് കൈ പുറകിലേക്ക് വലിച്ചു. ജ്വാല അവനെ അമ്പരപ്പോടെ നോക്കി. അവന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗൗരവം കണ്ട് അവളുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി. എന്നോട് ദേഷ്യമാണോ ദേവേട്ട? അത് അത് ഞാൻ ഇന്നലെ, സോറി. ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ ദേവേട്ട, എനിക്ക് സഹിക്കണില്ല. മിണ്ടെന്നോട്. അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അഗ്നിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവളെ ചേർത്ത് പിടിക്കാനായി കൈകൾ ഉയർന്നു. പക്ഷെ എന്തോ ഓർത്തെന്ന പോലെ അവ താഴ്ന്നുപോയി. ജ്വാല വിങ്ങലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. പതിയെ കൈകൾ ഉയർത്തി അവന്റെ കവിളിലൊന്ന് തൊട്ടു. അഗ്നിക്ക് അവിടെയൊക്കെ വേദനിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൻ മിണ്ടാതെ അവളെ നോക്കിയിരുന്നതേയുള്ളൂ. എന്നോട് മിണ്ട് ദേവേട്ട, ഇത്രയ്ക്കും ദേഷ്യം എന്നോട്. ഞാൻ അറിയാതെ, ക്ഷമിക്കൂ എന്നോട്. അവൾ കെഞ്ചി. എനിക്കൊന്നുമില്ല ജ്വാല, അവൻ പറഞ്ഞു. അവളുടെ മുഖം മങ്ങിപ്പോയി. ജ്വാല, കുഞ്ഞനല്ലേ ദേവേട്ട? അവൾ തേങ്ങി. അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. കരേണ്ട, എനിക്കൊന്നുമില്ല. അവൾ ചോദിച്ചതിന് മറുപടി പറയാതെ അവൻ പറഞ്ഞു. ജ്വാല തേങ്ങിപ്പോയി. അത്രത്തോളം എന്നോട് ദേഷ്യമായോ എൻ്റെ ദേവേട്ടന്? അവൾക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും തളർച്ച തോന്നി. അഗ്നി അവളെ പിടിച്ചു മാറ്റി അവിടെ നിന്ന് എഴുന്നേറ്റു. വ്യാസും അപ്പും പെട്ടെന്ന് വന്ന് അവനെ പിടിക്കാൻ നോക്കി. ഏയ്, ഒന്നുമില്ലടാ, രണ്ടാളും പിടിക്കാൻ വേണ്ടി എനിക്കൊരു കുഴപ്പമില്ല. അഗ്നി പുഞ്ചിരിച്ചു. ജ്വാല നിലത്തൂന്ന് എഴുന്നേറ്റുകൊണ്ട് അവനെ നോക്കി. പക്ഷെ അവൻ ഒരിക്കൽ പോലും അവളെ നോക്കുന്നില്ല. ചിത്തിര അഗ്നിയുടെ കയ്യിൽ പിടിച്ചു. കണ്ണാ, ഇതെന്ത് ഇങ്ങനെയൊക്കെ? ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മോനെ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ? എൻ്റെ ഈശ്വരന്മാരെ! അവർ നെഞ്ചത്ത് കൈവച്ച് പദം പറഞ്ഞ് കരയുകയാണ്. അഗ്നി ഒന്നും മിണ്ടാതെ അവരെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. അതിന് നമ്മൾ ശ്രദ്ധിച്ചാലും ചിലർ മനഃപൂർവ്വം വന്ന് അപകടപ്പെടുത്താൻ ശ്രമിച്ചാ എന്ത് ചെയ്യാനാമേ? അത്രയും നേരം തൻ്റെ ഉള്ളിലെ ദേഷ്യം കടിച്ചു പിടിച്ചു നിന്ന വ്യാസിന്റെ ശബ്ദം അവിടെ ഉയർന്നുപോയി. എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി. മോഹൻ വ്യാസിന്റെ അടുത്തേക്ക് വന്നു. ആരെന്റെ മോനെ? അയാളുടെ ശബ്ദം ഇടറിപ്പോയി. അതച്ഛാ, അവൻ ആ വ്യാസ്.
അവൻ പറഞ്ഞു മുഴുവനാക്കും മുന്നേ അഗ്നി വ്യാസിന് നേരെ ശബ്ദമുയർത്തി. അത് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. ജ്വാല കണ്ണു തുടച്ച് പെട്ടെന്ന് വ്യാസിന്റെ മുന്നിലേക്ക് പോയി. വ്യാസ് അവളെ നോക്കി. അവളുടെ സങ്കടം നെളിച്ചു നിൽക്കുന്ന മുഖത്തേക്ക് അവൻ അലിവോടെ നോക്കി. ആരാ ആരാ ഏട്ടാ? ആരെന്റെ ദേവേട്ടനെ? ആർക്ക് ഇത്ര ദേഷ്യന്റെ ദേവേട്ടനോട്? അവള് പേടിയോടെ ചോദിച്ചു. അത് മോളെ. വ്യാസ് അവളോട് എന്തു പറയുമെന്നറിയാതെ കുഴഞ്ഞുപോയി. മോനെ പറ, ആരെന്റെ കണ്ണനെ? ചിത്ര അവനടുത്തേക്ക് പോയി ഇടർച്ചയോടെ ചോദിച്ചു. വ്യാസ്, നീ പോവാൻ നോക്ക്. എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. അത് എന്റെ ശ്രദ്ധക്കുറവുകൊണ്ടാ. അത് മതി, നീ ചെല്ല്. ആ സംസാരം അവിടെ അവസാനിപ്പിക്കാനായി അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു. ജ്വാല അഗ്നിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. അല്ല ദേവേട്ട, എനിക്കറിയണം ആർക്കെന്റെ ദേവേട്ടനോട് ഇത്ര ദേഷ്യം. പറ ഏട്ടാ, പറ. ജ്വാല അങ്ങനെ തന്നെ നിന്നുകൊണ്ട് വ്യാസിനോട് ചോദിച്ചു. വ്യാസ് അഗ്നിയെ നോക്കി. അവനൊന്നും മിണ്ടിയില്ല. അതെ വ്യാസേട്ടാ, മനഃപൂർവ്വം എന്റെ ഏട്ടനെ അപകടത്തിൽപ്പെടുത്താൻ ആർക്കെത്ര ധൈര്യം? അതെനിക്കും അറിഞ്ഞേ പറ്റൂ. വ്യാസേട്ടൻ അത് പറഞ്ഞിട്ട് പോയാൽ മതി. അപ്പുവിന്റെ ശബ്ദത്തിൽ ദേഷ്യമാണ്. അപ്പു, അഗ്നി വിളിച്ചു. ഏട്ടൻ കൂടുതലൊന്നും പറയണ്ട. ആരാള് എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. അവൻ പല്ല് കടിച്ചു. ചരൺ. വ്യാസിന്റെ ശബ്ദം അവിടെ ഉയർന്നു. ജ്വാലയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അവള് പകപ്പോടെ വ്യാസിനെ തുറച്ചു നോക്കി. അഗ്നി അപ്പോഴും അനങ്ങിയില്ല. പക്ഷെ അവന്റെ കണ്ണുകളിൽ നിറയുന്ന ക്രോധം അത് കിച്ചുവിന് വേണ്ടി മാത്രമായിരുന്നു. ആരാ? കിച്ചേട്ടനോ? ജ്വാല പകച്ചുകൊണ്ട് ചോദിച്ചു. ഒപ്പം അഗ്നിയിൽ നിന്നും അവളുടെ കൈകളും അയഞ്ഞുപോയി. അത് പ്രതീക്ഷിച്ചിരുന്നത് പോലെ അഗ്നി ഒന്ന് നിശ്വസിച്ചു. അതെ, നിന്റെ കിച്ചേട്ടൻ തന്നെ, വ്യാസ് പറഞ്ഞു. ജ്വാലയുടെ കണ്ണുകൾ അമ്പരപ്പോടെ മിഴിഞ്ഞു വന്നു. ആ പൂച്ചക്കണ്ണുകൾ നിറഞ്ഞു വന്നതിനോടൊപ്പം അവൾ തല വിലങ്ങനെ ആട്ടി. ഇല്ല, കിച്ചേട്ടൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ഏട്ടൻ കള്ളം പറയാ, ജ്വാല ഉറപ്പിച്ചു പറഞ്ഞു. അഗ്നി വേദനയോടെ അവളെ ഒന്ന് നോക്കി. പ്രതീക്ഷിച്ചതാ അവളിൽ നിന്ന് ഇങ്ങനൊരു മറുപടി. പക്ഷെ എന്നിട്ടും കേട്ടപ്പോ നെഞ്ചിൽ മുള്ളു തറയ്ക്കുന്ന വേദന. അവൻ പതിയെ ഹാളിലേക്ക് നടന്നു. അവളുടെ പറച്ചിൽ കേട്ട് വ്യാസ് അവളെ തുറച്ചു നോക്കി. തുടരും.